ZXi Celerio മാനുവലാണ് 12 ഓട്ടോമാറ്റിക് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഒരാഴ്ച ആയതേ ഉള്ളൂ റീടെസ്റ്റ് കഴിച്ചിട്ട്. 5 വർഷം ഫുള്ള് പേപ്പറുള്ള മോഡലാണ്. 5 വർഷം ഫുള്ള് പേപ്പർ ഉണ്ട്. 2000 മോഡൽ 5 വർഷം പേപ്പർ ഫുള്ള് പേപ്പർ ഉണ്ട്. എക്സ്ട്രാ വണ്ടിയാണ്. MBFI ആണ്. AC 7 വണ്ടിയാണ്. AC ഉള്ള വണ്ടി, നല്ല വണ്ടി, പണികളെല്ലാം തീർത്തിട്ടിരിക്കുകയാണ്. സിംഗിൾ ഓണർഷിപ്പ്, ടയർ എല്ലാം നല്ലത്, ആക്സിഡന്റോ റീപ്ലേസോ ഇല്ല. 60 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടി, ഒന്നും ചെയ്യണ്ട. ടാക്സ് അടച്ചിട്ടുണ്ട് ഇപ്പോൾ 10,000-11,000 രൂപ ടാക്സ് അടച്ചിട്ടുണ്ട്. 2009 വണ്ടി, സിംഗിൾ ഓണർ, 54,000 കിലോമീറ്റർ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് ഈഞ്ചവള യൂസ്ഡ് കാർസിലാണ്. നമ്മുടെ വീഡിയോ ഒരു കുറച്ച് ദിവസമായി ഇവിടെ. അപ്പോൾ പുതിയ സ്റ്റോക്കെല്ലാം വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ബഡ്ജറ്റ് കാറുകൾ നമ്മുടെ സലീമേട്ടിൻ്റെ അവിടെയാണ്. ഇഷ്ടംപോലെ ഉണ്ട് ബഡ്ജറ്റ് കാറുകളുടെ നല്ല കളക്ഷനാണ്. അത് നിങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്ന സ്ഥലമാണ്. മാക്സിമം വിലക്കുറവിൽ നിന്ന് കിട്ടുന്ന സ്ഥലമാണ്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കല്ലമ്പലം തട്ടുപാലമാണ്. ട്രിവാൻഡ്രത്ത് നമ്മൾ കൊല്ലം പോകുന്ന വഴിക്ക് തട്ടുപാലം. അപ്പോൾ അത് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ ഡീറ്റെയിൽസ് പറയാം. അതുപോലെ സലീമേട്ടനുണ്ട്. പക്ഷേ പ്രത്യേകതയുണ്ട്, സലീമേട്ട തൊട്ട് കുറേ കണ്ട ഫ്ലക്സ്. അപ്പോൾ സലീമേട്ടൻ ഇലക്ഷൻ നിൽക്കുകയാണല്ലേ, പഞ്ചായത്ത് ഇലക്ഷനിൽ ഏത് വാർഡ്? ഡീസൻ്റ് വാർഡ് 13. ഓക്കെ, അവിടെ നിൽക്കുകയാണ്. അപ്പം ഇവിടെയുള്ള ആൾക്കാർ വീഡിയോ വേണമെങ്കിൽ സലീമേട്ടനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലേ? സ്വതന്ത്ര സ്ഥാനാർത്ഥി. അപ്പോൾ ചേട്ടാ, നമ്മളെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കാർ കളക്ഷൻ വന്നിട്ടില്ലേ? ഫുള്ള് ബഡ്ജറ്റ് കാറുകളാണ്. വളരെ കുറഞ്ഞില്ലെങ്കിലും നല്ല വണ്ടികളാണ് കൂടുതൽ. ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ വണ്ടി കളക്ഷൻ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ലോൺ കൊടുക്കുന്നുണ്ടല്ലോ. ലോണിന്റെ വണ്ടികളൊക്കെ ഇപ്പോൾ ഉണ്ട്. കുറച്ച് വണ്ടികളൊക്കെ ലോൺ 2012-13 മേലോട്ടുള്ളതൊക്കെ ചെയ്യാൻ പറ്റും. 2 വർഷം പേപ്പറുള്ള വണ്ടികളൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാമോ? വീഡിയോയിലോട്ട്. അപ്പോൾ സലീമേട്ട, നമുക്ക് തുടക്കം തന്നെ 2 ബഡ്ജറ്റ് കാർ. ഏറ്റവും കുറഞ്ഞ വണ്ടികളെന്ന് പറയുമ്പോൾ ഇത് 2 കിടക്കുന്നത്. ഇത് 2000 മോഡലാണ്. 5 വർഷം ഫുള്ള് പേപ്പർ ഉണ്ട്. 2000 മോഡൽ 5 വർഷം പേപ്പർ ഫുള്ള് പേപ്പർ ഉണ്ട്. ഓക്കെ ചേട്ടാ, MBFI ആണോ കാർബറേറ്റർ വണ്ടിയാണ്. നല്ല വണ്ടി, തുരുമ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടി. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ നല്ല കണ്ടീഷൻ. ഓക്കെ, ഈ വണ്ടി നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞല്ലേ കൊടുക്കുന്നത്. ഈ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കുന്നതൊക്കെ വലിയ ബാധ്യതകളാവുകയാണ്. എന്നാലും ഇത്രയും കുറഞ്ഞ വണ്ടിയൊക്കെ ബാധ്യത ഞാൻ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഓക്കെ, അപ്പം 38 രൂപയ്ക്ക് കൊടുക്കാം. 5 വർഷം പേപ്പറിന് പൈസ ആവുന്നുള്ളൂ. ഓക്കെ, ഇത് 40 രൂപയ്ക്കും കൊടുക്കാം. 2004 ഇഞ്ചക്ടർ വണ്ടിയാണ്. MBFI ആണ്. AC ഉണ്ടായിരുന്നു, വർക്കല്ല. 30 രൂപയ്ക്ക് കൊടുക്കാം. അപ്പൊ AC കൂട്ടണ്ട. AC കൂട്ടാതെ AC ശരിയാക്കി എടുക്കാൻ പറ്റുമായിരിക്കും. 29 രൂപ പേപ്പറുണ്ട്. ഇഞ്ചക്ടർ വണ്ടിയാണ്. AC ഉണ്ടായിരുന്നു, വർക്കല്ല. എടുത്ത് പഠിക്കുന്നവർക്ക് 40 രൂപ വണ്ടി വില. നല്ല വണ്ടി. ഓക്കെ, സലീമേട്ട സെന്ന്. സെന്ന് 2005-6 രജിസ്ട്രേഷൻ. 5 രജിസ്ട്രേഷൻ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നത്. ഓക്കെ, അപ്പൊ 26 രൂപ പേപ്പർ വരും. 26 രൂപ പേപ്പർ ഉണ്ട്. ഉടനെ അടുത്ത റീടെസ്റ്റ് വരും. 45 രൂപയ്ക്ക് കൊടുക്കാം. 45,000 അല്ലേ? സെൻ നല്ല ക്വാളിറ്റി വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി. 96,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 45 രൂപയ്ക്ക് കൊടുക്കാം. വർക്കിംഗ് ആണല്ലോ? ആണ്. ACയും പവർ സ്റ്റിയറിംഗും എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, ടയർ കണ്ടീഷൻ നോക്കുമ്പോൾ കുഴപ്പമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് 60% ടയർ ഉണ്ട്. ആവറേജ് വണ്ടി അല്ലേ? നല്ല വണ്ടി. ബമ്പറിൽ മാത്രമേ ടച്ച് ചെയ്യാനുള്ളൂ. പിന്നെ ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യാം. അത് നമ്മൾ ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ ചേട്ടാ, അവിടെ നല്ല വണ്ടി 45 രൂപയ്ക്ക് കൊടുക്കാം. 45 രൂപ. 45 രൂപ. ഇതെല്ലാം ഗ്യാരണ്ടിയിലാണ്. ഈ കുറഞ്ഞ വണ്ടികളെല്ലാം ഗ്യാരണ്ടിയിലാണ് കൊടുക്കുന്നത് കേട്ടോ. അൾട്ടോ 2007 വണ്ടിയാണ്. AC ഉള്ള വണ്ടി, നല്ല വണ്ടി, പണികളെല്ലാം തീർത്തിട്ടിരിക്കുകയാണ്. 68 രൂപയ്ക്ക് കൊടുക്കാം. ഓണർഷിപ്പ് 4 ആയിട്ടുണ്ട്. ഒരു സാധാ ഫാമിലിക്ക് യൂസ് ചെയ്യാനുള്ള കൊച്ചൊരു വണ്ടി. AC ഉള്ള വണ്ടി, ഓടിക്കാനൊക്കെ കൊള്ളാം. വലിയ പാച്ച് വർക്കോ വിഷയങ്ങളോ ഒന്നുമില്ല. പെയിന്റിങ് കൊള്ളാം. AC വർക്കാണ്. 68 രൂപയ്ക്ക് കൊടുക്കും. നന്ദു ഡാറ്റ്സൺ റെഡിഗോ 2018. ഓക്കെ, ഫസ്റ്റ് ഓണർ 38,000 കിലോമീറ്റർ. 38,000 കിലോമീറ്റർ. 210 വില കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്, ടയർ എല്ലാം നല്ലത്, ആക്സിഡന്റോ റീപ്ലേസോ ഇല്ല. 1 ലിറ്റർ അല്ലേ? 1 ലിറ്റർ ഓട്ടോമാറ്റിക്. 1 ലിറ്റർ ഓട്ടോമാറ്റിക്. ടയർ കണ്ടീഷൻ നല്ല ടയർ. ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടി. 210 വിലയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സ്റ്റീരിയോ ഉണ്ട്, 2 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പോൾ നമ്മുടെ വില 210. ഒരു ചെറിയ കുടുംബത്തിലൊക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നല്ല ഇതാണ്. ഓക്കെ, ഫിനാൻസ് ഫിനാൻസ് ഏതാണ്ട് ആ പൈസ കിട്ടും. ഫിനാൻസ് 5 വണ്ടിയാണ്.
ഓക്കെ. അപ്പം ടെസ്റ്റ് എത്ര വരും? ടെസ്റ്റ് 2026 ആദ്യമോ മറ്റോ വരും. ഓക്കെ. ടെസ്റ്റ് അടുത്ത വർഷം തുറക്കത്ത് 60 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടി, ഒന്നും ചെയ്യണ്ട. ടാക്സ് അടച്ചിട്ടുണ്ട് ഇപ്പോൾ 10,000-11,000 രൂപ ടാക്സ് അടച്ചിട്ടുണ്ട്. ടെസ്റ്റിന്റെ സമയത്ത് വലിയ ചെലവ് വരത്തില്ല കേട്ടോ. ടെസ്റ്റും ഫീസ് മാത്രം അടച്ചാൽ മതി. പെയിന്റും ചെയ്തിട്ടുണ്ട്, സീറ്റർ ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടി. ജസ്റ്റ് കാണിച്ചാൽ മതി. പെയിന്റ് ചെയ്യേണ്ട, AC ഉള്ള വണ്ടി. AC ഉള്ള വണ്ടി അല്ലേ? ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ട്. ജസ്റ്റ് അപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല. ഒന്നുകൊണ്ട് കാണിച്ച ടാക്സ് അടച്ചിട്ടുണ്ട്, ടെസ്റ്റ് ഫീസ് അടച്ചാൽ കൊണ്ട് കാണിച്ചാൽ മതി. ടെസ്റ്റ് ഫീസ് വേറെ ബോഡി പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വരെ നമ്മൾ അത്ര 60 രൂപയ്ക്ക് കൊടുക്കാം. അപ്പോൾ സലിമേട്ട അടുത്ത വണ്ടി ഒരു ഓൾട്ടോ. ഓൾട്ടോ LX 2009 വണ്ടി, സിംഗിൾ ഓണർ, 54,000 കിലോമീറ്റർ. ഹൈ ക്വാളിറ്റി ആണ് വണ്ടി കേട്ടോ. LXi ആണോ? ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളതിലേക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 1.15 ആണ് ഇവിടെ ഇട്ടിരിക്കുന്ന വില. 1.10 കൊടുക്കാൻ പറ്റും കേട്ടോ. 1.10. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 54,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ഈ വില സ്വല്പത്തിൽ കൂടിക്കിടക്കുന്ന വണ്ടികളെല്ലാം ഹൈ ക്വാളിറ്റി ആയിരിക്കും. അങ്ങനെ തോന്നുന്നെങ്കിലേ, ആർക്കെങ്കിലും അങ്ങനെ വില കൂടുതലാണെന്ന് തോന്നുന്നെങ്കിൽ അത് അത്രയും ക്വാളിറ്റി ഉണ്ടാകുന്നതുകൊണ്ടാണ് ആ വില കൂടുതൽ വരുന്നത്. വണ്ടി എടുക്കുമ്പോഴാണ്. അതെ അതെ, ഇങ്ങനത്തെ വണ്ടികൾ നമുക്ക് സർവ്വസാധാരണമായിട്ട് കിട്ടത്തില്ല. അത്രയും നല്ല വണ്ടിയാണ്, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 1.10 LXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, 54,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. 2016 കിഡ്, തേർഡ് ഓണർ, 56,000 കിലോമീറ്റർ. 16 കിഡ്, തേർഡ് ഓണർ, 56,000 കിലോമീറ്റർ. 1 ലിറ്റർ അല്ലേ? 1 ലിറ്റർ ആണോ 2 ലിറ്റർ ആണോ അറിയില്ല. തന്നെ 265 വില. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. 1 ലിറ്റർ വരുള്ളൂ. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ ചേട്ടാ? ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. സ്ക്രാച്ചിന്റെ കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ കണ്ടീഷൻ, സീറ്റർക്ക് ഫാബ്രിക് ആണ് കേട്ടോ, കുഴപ്പമില്ല. 56,000 കിലോമീറ്റർ, 265 വില. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓണർഷിപ്പ് തേർഡ് ആയിട്ടുണ്ട്. ഓക്കെ. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, 2 ഡോർ പവർ സ്റ്റിയറിംഗ്. RXT ആണ്. ടയർ കണ്ടീഷൻ നോക്കുമ്പോൾ ടയർ കണ്ടീഷൻ ഏതാണ്ട് ഒരു 80% ടയർ ഉണ്ട്. നല്ല ടയർ അല്ലേ? എല്ലാം നല്ല ടയർ തന്നെ, ഒരേ കണക്കുള്ള ടയർ. ഓട്ടോമാറ്റിക് ആണ്. ആക്സിഡന്റ് റീപ്ലേസ് ആവുന്നില്ല. 265 വില. ഇതും ഈ ലേഡീസിനൊക്കെ പറ്റിയ കൊച്ചു വണ്ടിപ്പെട്ട വണ്ടിയിലാണ്. നല്ല വണ്ടി കേട്ടോ. മൈലേജും കിട്ടും. ഫിനാൻസ് അപ്പോൾ ഏകദേശം എത്ര കയറും? ഇതിനും ഫിനാൻസ് ഏതാണ്ട് ആ പൈസ കിട്ടും. ഫിനാൻസ് ഇത്തിരി ചെറിയ ഡൗൺ പേയ്മെന്റ് അങ്ങനെ ഇല്ല. എന്തെങ്കിലും പൈസ ഉള്ളവരെ ഫിനാൻസ് എടുക്കാൻ വരാവോ, അല്ലാതെ മുഴുവൻ ഇതില് അങ്ങനെ വരരുത്. അപ്പൊ അതിനൊക്കെ കിട്ടും, വേറെ കുഴപ്പമൊന്നുമില്ല. K സീരീസ് S-ല് 2011. ഓക്കെ. വണ്ടി നീറ്റ് ആണല്ലേ? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. 4 ഡോറും 4 ടയറും പുതിയ ടയർ. പാച്ച് വർക്കോ മറ്റ് പെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 8 മാസം കഴിഞ്ഞ് റീടെസ്റ്റ് ചെയ്താലും മതി. 8 മാസം കഴിഞ്ഞ് റീടെസ്റ്റ് ചെയ്യേണ്ടി വരും. K സീരീസ് ആണ്. LXi ആണ്. 2 ഡോർ പവർ AC പോസ്റ്റർ വരുന്നുണ്ട്. ഇന്റീരിയർ സീറ്റ് ഫാബ്രിക് ആണ്. കുഴപ്പമില്ല, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. നമുക്ക് 1 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും K സീരീസ് വണ്ടി. ടെസ്റ്റിന്റെ സമയത്ത് ഒരു 15 രൂപ ചെലവ് വരും. ടെസ്റ്റ് കഴിഞ്ഞാൽ 1.5 രൂപയ്ക്കുന്ന വണ്ടിയാണ്. നല്ല വണ്ടി. ഒന്നുമില്ല, നല്ല ക്ലീൻ വണ്ടിയാണ്. ടയറും പുട്ടാനുണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ല. എടുത്ത് കൊണ്ട് ടെസ്റ്റിന്റെ സമയമാകുമ്പോൾ ഒന്ന് കാണിച്ചാൽ മതി. 15 രൂപ ചെലവ് വരും കേട്ടോ. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടി ഇയോൺ സ്പോർട്സ്. എയർ ബാഗ് വരുന്ന ടൈപ്പാണ് കേട്ടോ. സെക്കൻഡ് ഓണർ, 2012. 2012 സെക്കൻഡ് ഓണർ, 114 കിലോമീറ്റർ, ക്ലീൻ വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ബോഡിയൊക്കെ നീറ്റ് ആണ്. ടയർ കണ്ടീഷൻ ഒരു 60-70% ടയറുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ടയറൊക്കെ കൊള്ളാം, നല്ല ടയറാണ്. ഓക്കെ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സ്പോർട്സ് ആകുമ്പോൾ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്ന 2 ഡോർ പവറിൻ്റെ സിംഗിൾ എയർ ബാഗ് എല്ലാം വരുന്നുണ്ടല്ലേ? വരുന്നുണ്ട്. ഇത് 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. 1,40,000 പറഞ്ഞോട്ടെ. 2018 ZXi സെലീരിയോ മാനുവലാണ്. ഓക്കെ. 2018 32,000 കിലോമീറ്റർ. ഹൈ ക്വാളിറ്റി വണ്ടി. ഇതിന്റെ ബോണറ്റ് മാറിയിട്ടുണ്ട്. ചെറിയ ക്ലെയിം, എല്ലാം കമ്പനിയാണ്. ചെറിയ ക്ലെയിം ബോണറ്റ് മാറിയിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി വണ്ടി. സെലൂരി X അല്ലേ? ഇത് X ആണ്. ZXi അല്ല, സെലൂരി X ആണ്. മോഡൽ X ആണ്. ഹൈ ക്വാളിറ്റി ആ വണ്ടി കേട്ടോ. ഒരു പുത്ത വണ്ടി എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടി ഹൈ ക്വാളിറ്റി ആയിരിക്കും. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. എയർ ബാഗ്, സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. 4 ഡോർ പവർ ഉണ്ട്. AC പോസ്റ്ററിന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ സലിമേട്ട, നമ്മുടെ സെലൂരി Xന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? 3,75,000 രൂപ. ഏറ്റവും കുറഞ്ഞ വിലയാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവരും ചോദിക്കുന്നത് 4,400, 460 അങ്ങനെയൊക്കെ വിലയുണ്ട് കേട്ടോ. 32,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഫിനാൻസ് നമുക്ക് എത്ര കയറും? 3 രൂപ കിട്ടും. 3 രൂപ കിട്ടും. പിന്നെ 2011 ലാസ്റ്റ് LXi വാഗണാർ. 2011 ലാസ്റ്റ് LXi വാഗണാർ കേട്ടോ.
AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ ആക്സിഡന്റോ റീപ്ലേസലോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ സ്ക്രാച്ചസ് അഗ്മുഞ്ഞൊക്കെ ഉണ്ട് വളരെ മൈന്യൂട്ടായ സ്ക്രാച്ചസ് ഉണ്ട് വേറെ മേജർ ഡെന്റ് ഒന്നുമില്ല ടയർ കണ്ടീഷൻ 60% ടയർ ഉണ്ട് കിലോമീറ്റർ താഴെ വണ്ടിയുടെ കിലോമീറ്റർ 97 സീറ്റ് ഫാബ്രിക് 92 നല്ല ക്വാളിറ്റി വണ്ടി ഓടിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ നല്ല വണ്ടി 1,70,000 രൂപയ്ക്ക് കൊടുക്കാം 1,70,000 2011 ലാസ്റ്റ് ആണ് വണ്ടി ഇന്ന് 12ാം മാസം ആണെന്ന് തോന്നുന്നല്ലേ അടുത്ത വണ്ടി 2017 VXi വാഗണാർ ഫസ്റ്റ് ഓണർ വണ്ടി 1,20,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ ചെറിയ ആക്സിഡന്റ് സംഭവിച്ച വണ്ടിയാണ് അതുകൊണ്ട് ഈ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്യാരണ്ടിയാണ് കമ്പനിയിലാണ് എല്ലാ പണിയും ചെയ്തിരിക്കുന്നത് യാതൊരുവിധ അതുമായിട്ട് ബന്ധപ്പെട്ട വണ്ടിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല വരുന്നുണ്ട് ടയർ കണ്ടീഷൻ ഒരു 50% ടയർ ഉണ്ട് ചെറിയ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് നല്ല കമ്പനി തന്നെ നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട് കേട്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വണ്ടിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല അത് പ്രത്യേക ഗ്യാരണ്ടിയാണ് 2,70,000 രൂപയ്ക്ക് കൊടുക്കാൻ 2017 വണ്ടിയാണ് 3,3 രൂപയ്ക്കേണ്ട വണ്ടിയാണ് 2,3 രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ സിംഗിൾ ഓണർ വണ്ടി ഫിനാൻസ് കയറും പിന്നെ ഫുൾ ഫിനാൻസ് കിട്ടും i20 2010 മോഡൽ ഒരാഴ്ച ആയതേ ഉള്ളൂ റീടെസ്റ്റ് കഴിച്ചിട്ട് 5 വർഷം ഫുള്ള് പേപ്പറുള്ള വണ്ടി പെട്രോൾ വണ്ടി 3ാമത്തെ ഓണർ 92,000 കിലോമീറ്റർ നല്ല ക്വാളിറ്റി വണ്ടി വേരിയന്റ് സ്പോർട്സ് ആണല്ലേ വേരിയന്റ് സ്പോർട്സ് ആണ് i20 ടയർ കണ്ടീഷൻ ഫ്രണ്ടിൽ പുതിയതുണ്ട് ബാക്കിൽ 60% ടയർ ഉണ്ട് മേജർ റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നുമില്ല നല്ല വണ്ടി ഡോറിന്റെ ഹാൻഡിലൊക്കെ ചെറിയ ഒരു ചിലപ്പോൾ ഒന്ന് മാറേണ്ടി വരും അങ്ങനെയുള്ളതല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല അതിന്റെ ഗ്ലാസ് ഇളവിയത് അകത്ത് കിടപ്പുണ്ട് കേട്ടോ ഈ റെയർ വ്യൂ ഗ്ലാസിന്റെ അവിടെ ഇളവിയത് അകത്ത് ഇരിപ്പുണ്ട് അത് ഒട്ടിച്ചു തരാം ഇന്റീരിയർ കണ്ടീഷൻ ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് AC സീറ്റ് ഫാബ്രിക് ആണ് ഫോർവേഡ് പോയിന്റ് പ്രോസസിംഗ് റിമോട്ട് കൺട്രോൾ കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ഗ്ലാസ് എളുപ്പമുണ്ടല്ലോ ഇവിടെ 1,3 രൂപയ്ക്ക് കൊടുക്കാം i20 5 വർഷത്തെ ഫുള്ള് പേപ്പറുള്ള 95,000 കിലോമീറ്ററോട് തേർഡ് ഓണർ സ്പോർട്സ് വണ്ടി കേട്ടോ 1,3 രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടി 2015 വെൻഡോ 112 കിലോമീറ്റർ വെൻഡോ ഓണർഷിപ്പ് തേർഡ് 114 കിലോമീറ്റർ 325 വില 2014 15 2030 മെയ് വരെ പേപ്പറുണ്ട് 5 വർഷം ഫുള്ള് പേപ്പറുള്ള വണ്ടിയാണ് കേട്ടോ ഒന്നുമില്ല ഹൈ ക്വാളിറ്റി വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും വണ്ടി ഇതിനകത്ത് ഇൻബിൽറ്റ് സീറ്റോ ഓട്ടോമാറ്റിക് AC ഫോർവേഡ് പോയിന്റ് പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രൈസ് എത്രയാണ് 325 ഫിനാൻസ് കയറുമല്ലോ ഫിനാൻസ് കയറും എത്ര 2.5 വരെ കയറും 2.5-3 രൂപ ആ റേഞ്ചിനൊക്കെ ഫിനാൻസ് കയറും കേട്ടാ 2011 12ാം മാസം VDI സ്വിഫ്റ്റ് ആണ് ഡീസൽ വണ്ടി VDI ഡീസൽ വണ്ടി ഇതൊരു പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ് 4 അലോയ്സ് അലോയ്സ് ഒക്കെ ഉണ്ട് വേറെ ഒന്നുമില്ല ആക്സിഡന്റോ മറ്റു കാര്യങ്ങളാണെന്നില്ല 112 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ന്യൂ ഷേപ്പ് വണ്ടിയാണ് VDI വണ്ടി നമുക്ക് 2,40,000 രൂപയ്ക്ക് കൊടുക്കാം VDI ആണ് സീറ്റ് ഫാബ്രിക് ആണ് ഇതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട് ടാക്കോമീറ്റർ ഫോർവേഡ് പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളും വരുന്നുണ്ട് സ്വിഫ്റ്റ് ഡീസൽ ആകുമ്പോൾ മൈലേജ് എന്തായാലും 20 അടുപ്പിച്ച് മൈലേജ് കിട്ടുമല്ലോ ചേട്ടാ പിന്നെ 20 മൈലേജ് എങ്ങനെയൊക്കെ കിട്ടും ഡീസൽ സ്വിഫ്റ്റ് ഒക്കെ എല്ലാം അങ്ങനെ കിട്ടുന്നുണ്ട് അതിൽ കൂടുതലെങ്കിലേ നല്ല വണ്ടി ഒരു കുഴപ്പമില്ല ഇതൊരു പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ് കേട്ടോ ഇതും ലോഡ്ജിയും പാർക്ക് ആൻഡ് സെയിലാണ് ഇതിന്റെ പ്രൈസ് 2,40,000 രൂപ അടുത്ത വണ്ടി ലോഡ്ജി റിനോൾട്ട് ലോഡ്ജി 2016 130 കിലോമീറ്റർ തേർഡ് ഓണർ ചെറിയ പെയിന്റ് ഒക്കെ ടച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ വണ്ടി ആക്സിഡന്റോ റീപ്ലേസ് ഒന്നും ഉള്ള വണ്ടിയല്ല നല്ല വണ്ടി ഒരു പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ് ഇതൊരു പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ് നല്ല വണ്ടി 7 സീറ്റർ ഉദ്ദേശിക്കുന്നവർക്കേ നല്ല വണ്ടി ചെറിയ ഒരു ഇഞ്ചക്ഷന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് മാറ്റിയാൽ മതി പുതിയ ഇഞ്ചക്ഷൻ 6,000 രൂപ അങ്ങനേ ഉള്ളൂ അത് മാറ്റേണ്ട കാര്യമില്ലെന്ന് കാണിച്ചപ്പം പറഞ്ഞു കേട്ടോ സീറ്റ് ഉണ്ട് ഇതിനകത്ത് ആൻഡ്രോയിഡ് സീറ്റ് ചെയ്തിട്ടുണ്ട് ഫോർവേഡ് പവർ പവർ സ്റ്റിയറിംഗ് 7 സീറ്റർ വണ്ടി അല്ലേ 7 സീറ്റർ വണ്ടി നല്ല വണ്ടിയുടെ ഫാമിലിക്കൊക്കെ നല്ല മൈലേജും ടാക്സി ഒക്കെ ഓടുന്നവർക്കൊക്കെ നല്ല ബെനിഫിറ്റ് ഉള്ള വണ്ടിയാണ് നല്ല മൈലേജ് കിട്ടുന്നതുകൊണ്ടേ നല്ല ബാലൻസ് വരും ടാക്സി ഒക്കെ ഓടിയാൽ ഇതിന്റെ വില എന്ന് പറയുമ്പോൾ 3,45 വില മാർക്കറ്റിൽ ഇതിന്റെ വില ഇങ്ങനെയൊന്നുമല്ല ഭയങ്കര വ്യത്യാസമാണ് ഇത് 3,45 കൊടുക്കാം ഒരു പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ് നമുക്ക് അത്ര പരിചയമുള്ള അല്ലേ ലോഡ്ജി എന്ന് പറയുന്നത് അറിയാവുന്നവരുണ്ട് അവർ തിരക്കി നടക്കുന്നുണ്ട് കേട്ടോ
12 ടൺ ഓട്ടോമാറ്റിക് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ, പെട്രോൾ. ഓണർഷിപ്പ് സെക്കൻഡ് 55,000 കിലോമീറ്റർ. വിലയെന്ന് പറയുമ്പോൾ നമുക്ക് 2,45,000 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. കമ്പനി സർവീസിനാണ്. ആണ്. ബോഡിയൊക്കെ നീറ്റ്, ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ല. ബോഡി അല്ല, എല്ലായിടവും നീറ്റാ. ഈ കിടക്കുന്ന മിക്കവാറും വണ്ടികളെല്ലാം മുഴുവൻ നീറ്റാ. ടയറൊക്കെ നല്ല 80% മേൽ ടയറുണ്ട്. നല്ല വണ്ടി, എല്ലാം പുതിയതുപോലെ ഇരിക്കുന്ന വണ്ടി. ലേഡീസിനൊക്കെ ഈ ഓട്ടോമാറ്റിക് ആവശ്യമുള്ളവർക്ക് വന്നെടുക്കാം കേട്ടോ. നല്ല വണ്ടി, ഗ്യാരണ്ടിയിൽ കൊടുക്കാം. ഒരുവിധ വിഷയങ്ങളുമില്ല. ഈ കിടക്കുന്ന എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇൻബിൽറ്റ് സീരി വരുന്നുണ്ട്, ഫോർഡർ ഫോർവേഡ് പവർ സ്റ്റീരിംഗ് കാര്യങ്ങളും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് VT. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ 2,45,000 രൂപയ്ക്ക് കൊടുക്കാം. ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കിട്ടും, കുറഞ്ഞ കാലയളവേ കിട്ടത്തുള്ളത്. ഓട്ടോമാറ്റിക്കല്ലേ. ഇവിടെ അടുത്ത വേണ്ടി 2018 KUV ആണ്. പെട്രോൾ ഡീസലാണോ? ഫസ്റ്റ് ഓണർ പെട്രോൾ. K4+ ആണ്. ഓക്കെ, കിലോമീറ്ററോ? ഇപ്പൊ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. 72,000 കിലോമീറ്റർ കേട്ടോ. ഇത് 2-3 വീഡിയോ കൊണ്ട് ഇങ്ങനെ കിടക്കുന്ന വണ്ടിയാണ്. മുതൽ താത്താണ് കൊടുക്കുന്നത് 285. K4+ സിംഗിൾ ഓണർ വണ്ടി. ഇതിന്റെ ഫുൾ ഗ്യാരണ്ടിയാണ് വണ്ടി കേട്ടോ. ഹൈ ക്വാളിറ്റി ആണ്. ആരും വന്ന് എന്ത് കുറ്റം പറഞ്ഞാലും അതിന്റെ പൈസ കുറച്ച് കൊടുക്കും, അല്ലാതെ വിലയിൽ കുറയത്തില്ല. 285 രൂപ. എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അതിന്റെ പൈസ കുറച്ച് കൊടുക്കും, അല്ല വിലയിൽ കുറയത്തില്ല എന്ന് പറഞ്ഞാൽ മുതൽ താത്ത് കൊടുക്കുകയാണ്. മുതൽ താത്ത് കൊടുക്കുക. ഇപ്പൊ 2-3 വീഡിയോയിൽ പോയപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കിടക്കുന്ന എല്ലാ വണ്ടികളും ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ഈ കുറഞ്ഞ വണ്ടിയൊക്കെ പോലും ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഗ്യാരണ്ടി ഇത്രയും കുറഞ്ഞ വണ്ടിക്ക് പറയുന്നത് നമുക്ക് വലിയ ബാധ്യതയാണ് വരുത്തി വയ്ക്കുന്നത്. എന്നാലും ഞാൻ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. എല്ലാ വണ്ടികളും ഇപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, അറിഞ്ഞുകൂടാത്തവർക്ക് വന്ന് എടുക്കാമെന്നേ. അറിഞ്ഞുകൂടാത്തവർക്ക് എന്നെ വിശ്വസിച്ച് എടുക്കാം. അപ്പം അങ്ങനെ വരുന്നവർക്കൊക്കെ അവർ കുറേ നാൾ കഴിഞ്ഞ പിന്നെയൊക്കെ പല കാര്യങ്ങൾക്കായിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ വണ്ടി വിശ്വാസമാണെന്ന് തോന്നുന്നൊരു കാലഘട്ടം ഏതാണ്ട് ഒരു 10-15-20 ദിവസത്തിലേ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ അവരെ പറ്റിച്ചോല്ലേ എന്നൊക്കെ. അത് കഴിഞ്ഞൊന്നും വിളിക്കരുത്. ഇപ്പോൾ ആൾക്കാർ അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്, അത് ബുദ്ധിമുട്ടാണ്. ഇത് ഈ പഴയ വണ്ടികൾ നമ്മൾ ഒരുപാട് കൊടുക്കുന്നതാണ്. ഇനിയിപ്പോൾ എത്രയൊക്കെ നമ്മൾ സൂക്ഷിച്ചാലും ചില കംപ്ലൈൻറ്റുകൾ വരും. അത് ഒറ്റയ്ക്ക് വന്ന് അറിഞ്ഞുകൂടാതെ ഒറ്റയ്ക്കൊക്കെ വന്ന് എടുക്കുന്നവർക്കാണ് ആ ഗ്യാരണ്ടി. ആ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് എടുക്കുന്നവർക്കില്ല ഗ്യാരണ്ടി. എൻ്റെ നിന്ന് വന്ന് അങ്ങനെ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്നവർക്ക് ഞാൻ ഗ്യാരണ്ടിയാണ്. അവർ ആ കാര്യത്തിൽ വിഷമിക്കേണ്ട, ഇനിയും വന്ന് എടുക്കാം. ഒരുപാട് നാൾ കഴിഞ്ഞെന്ന് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കല്. ഇനി ടെസ്റ്റ് ചെയ്യുന്ന പൈസകളും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പഴയ വണ്ടികളെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചോളണം. എല്ലാ വണ്ടികളും ഗ്യാരണ്ടിയിൽ നല്ല വണ്ടികളാണ്. 1-2 വണ്ടികൾ ആക്സിഡൻറ്റും തട്ടുമൊക്കെ സംഭവിച്ച വണ്ടികളുണ്ട്. ആ ആക്സിഡൻ്റ് ഉണ്ടോ തട്ടുണ്ടോ ആ വണ്ടിയൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ആ വണ്ടികൾ എടുത്തിരിക്കുന്നത്. ഈ ചിലർക്ക് എടുക്കുക അത് തീരെ വില കുറവാണ്. ഇപ്പോൾ 2017 വാഗനാർ ഇപ്പം 2.25 രൂപ. അതൊക്കെ 1 ലക്ഷം രൂപ മാർക്കറ്റ് വിലയെക്കാട്ടി കുറവാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ വലിയ മേജർ ഇഷ്യൂസ് ഉള്ള ഒരു വണ്ടി എടുത്തിട്ടില്ല. അത്യാവശ്യമൊക്കെ നോക്കി എടുത്തിട്ടുണ്ട്. എന്നാലും നമ്മളിന്ന് ഫാൾട്ടുകളൊക്കെ വരാറുണ്ട്. അങ്ങനെ അപ്പം നോക്കാനൊന്നും ആരും ഇല്ലാത്തവർക്കൊക്കെ നേരെ വന്ന് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതിന് ഗ്യാരണ്ടിയാണ്. ഓക്കെ, വീഡിയോ കാണാം. ഓക്കെ.